അർജുനനെ ഇനി കണ്ടെത്താനാവുമോ? തടസ്സങ്ങൾ എന്തെല്ലാം? ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് വരുന്ന 16-ന് ഒരു മാസമാകും. ഇതുവരെയും പ്രതീക്ഷ നൽകുന്ന യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. നിർണായക തെളിവ് ലഭിച്ചു, ജാക്കി കിട്ടി, കയറ് കിട്ടി, വെള്ള പ്ലേറ്റ് കിട്ടി എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അർജുനും ലോറിയും ഇപ്പോഴും കാണാമറയത്താണ്. ഇനി കിട്ടുകയാണെങ്കിലും ഒരു മാസം കഴിഞ്ഞ ബോഡിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. അർജുൻ്റെ ബോഡി വീണ്ടെടുക്കാനായാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ആ യാഥാർത്ഥ്യം ഉറപ്പിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ അനന്തമായി തുടരും. നിർണായക തെളിവ് ലഭിച്ചെന്ന് ഇന്നലെ വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ തന്നെയാണ്. ഇന്നലത്തെ തെരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുൻ്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ പറയുന്നു. ലോറി പുഴയ്ക്ക് അടിയിൽ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഇന്നലെ കയർ ലഭിച്ചതെന്നും കളക്ടർ പറയുകയുണ്ടായി. ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള പരിശോധന. ഡ്രഡ്ജർ എത്തുന്നതുവരെ ഡൈവർമാർ തെരച്ചിൽ തുടരുമെന്നും ഡ്രഡ്ജർ എത്തിയ ശേഷം തിരച്ചിൽ ഏതു തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ അറിയിക്കുകയുണ്ടായി. ഡ്രഡ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ലെന്നും ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം അർജുനനു വേണ്ടിയുള്ള തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സഹോദരി അഞ്ജു പ്രതികരിച്ചു. ഇനി കാര്യക്ഷമമായ തെരച്ചിൽ നടത്തണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങളല്ല പലപ്പോഴും നടക്കുന്നതെന്നും അതിൽ വിഷമമുണ്ടെന്നും അഞ്ജു പറയുകയുണ്ടായി. അതേസമയം നാവികസേന ഇന്നലെ തിരച്ചിൽ നിർത്തി. അർജുൻ്റെ എന്ന് കരുതുന്ന സാധനങ്ങൾ കണ്ടെത്തിയ സ്ഥലം അടയാളപ്പെടുത്തി തെരച്ചിലിനിറങ്ങിയ മാൽപ്പേ സംഘം തിരിച്ചു കയറി. ഇന്ന് അവധിയായിരിക്കുമെന്നും വെള്ളിയാഴ്ച തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്നും ദൗത്യസംഘം വ്യക്തമാക്കി. മഴയില്ലാത്തത് അനുകൂലമാണെന്ന് സതീഷ് സൈൽ MLA അറിയിച്ചു. കയർ അർജുൻ്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായത് നന്നായി എന്നും MLA അറിയിച്ചു. ഇതിനിടെ ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിനായി 50 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 22 ലക്ഷം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രമായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജലമാർഗത്തിലായിരിക്കും ഡ്രഡ്ജർ എത്തിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി. പ്രതിദിനം 4 ലക്ഷം രൂപയാണ് വാടക വരുന്നത്. നദിയിലൂടെ കൊണ്ടുവരുമ്പോൾ പാലങ്ങൾക്ക് താഴെ കൂടെ കൊണ്ടുവരേണ്ടതിനാൽ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരും. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കാലതാമസം കൂടാതെ എത്തിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. ഡ്രഡ്ജർ കൊണ്ടുവരാനായുള്ള ചെലവ് ജില്ലാ ഭരണകൂടം വഹിക്കുമെന്നും സതീഷ് സൈൽ MLA 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായും AKM അഷ്റഫ് MLA പറഞ്ഞു. നേരത്തെ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുവാൻ ശ്രമിച്ചെങ്കിലും പുഴയുടെ അടിയൊഴുക്ക് കൂടിയിരുന്നതിനാൽ എത്തിക്കാനായില്ല. അതേസമയം വിവിധ ഫണ്ടുകളിൽ നിന്നായി പണം കണ്ടെത്തുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമം. 10ലേറെ തവണ ഈശ്വർ മാൽപ്പേ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. നേവി സംഘവും പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അടിത്തട്ടിലെ മണ്ണ് തെരച്ചിലിൽ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. തിരച്ചിലിൽ ഇതുവരെ ശുഭസൂചനകൾ ഒന്നുമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. നാളെ തിരച്ചിൽ പുനരാരംഭിക്കും. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും പുഴയിൽ മുങ്ങിയുള്ള തിരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് കാർവാർ MLA സതീഷ് സൈൽ പറഞ്ഞു. 5 മണിക്കൂർ നീണ്ട തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും പാറയും മണ്ണും തടസ്സമാണെന്ന് ഈശ്വർ മാൽപ്പേയും പ്രതികരിച്ചു. അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാതെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്താനാവില്ലെന്നും MLA മാർ പറഞ്ഞു. പുഴയിലെ മണ്ണ് നീക്കാതെയുള്ള തിരച്ചിൽ പ്രായോഗികമല്ലെന്ന്, മണ്ണും മരങ്ങളും നീക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.